ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു തനി നാടൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു കാലമായ ഞങ്ങളുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു കറികളിലൊന്നാണ് ചക്കക്കുരു മുരിങ്ങയില കോമ്പിനേഷൻ. അതായത് ഈ ഒരു കറി വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലമായാൽ എനിക്ക് എന്നും ഇത് വെച്ച് കൂട്ടാൻ ഇനി ഇഷ്ടം അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിനെ പറ്റി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ചക്കയുടെ കുരുവാണ്. ഒരു മായമില്ലാത്ത സാധനമാണ്, പോഷകഘടകങ്ങൾ കൂടുതൽ അടങ്ങിയൊരു സാധനമാണ്. നമുക്ക് ധൈര്യമായിട്ട് ഇത് വെച്ചിട്ട് കറി വെക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമ്മുടെ കണ്ണിനും അതുപോലെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം കൂടിയാണ് മുരിങ്ങയില. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്ന സമയത്ത് നമ്മൾ ഉള്ളിലുള്ള ഈ ചുവപ്പ് കളറിലുള്ള തൊലി കൂടുതലായിട്ട് കളഞ്ഞു പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതിന് കഴിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. അതായത് അതിൽ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഇത് 5 വിസിലാണ് കേട്ടോ ചക്കക്കുരുവിന് വേണ്ടത്. 5 വിസിൽ വരെ നമ്മൾ കാത്തു നിൽക്കണം. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൽ വെച്ച് ഇത് 5 വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള തേങ്ങ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള കുറച്ച് തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കറി വെക്കുന്ന സമയത്ത് ചെറിയുള്ളിയും ജീരകമൊക്കെ ചേർത്ത് അരയ്ക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കറിക്ക് ചെറിയുള്ളിയും ജീരകമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചെറിയുള്ളിയും ജീരകമൊക്കെ ചേർക്കുന്ന സമയത്ത് ആ ജീരകത്തിൻ്റെ ചെറിയുള്ളിയുടെ ചുവയൊക്കെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ചക്കക്കുരുവിൻ്റെ മുരിങ്ങയിലേൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് കഴുകി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചെടുക്കുന്നൊരു ഭാഗം ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ നമ്മൾ എടുത്തതിന് ശേഷം മൂടി ഊരിയതിന് ശേഷം നന്നായിട്ട് ചക്കക്കുരൊക്കെ ഒന്ന് ഉടക്കി അതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വാട്ടിയിട്ട് വരാം. നമ്മുടെ ഇല വാട്ടിയിടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കറി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി കൂടുതൽ സമയം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വറവൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചക്കക്കുരു കിട്ടാൻ ആർക്കും ഒരു പണിയുണ്ടാവില്ല. ഈ ചക്കക്കാലമായതുകൊണ്ട് തന്നെ ചക്കക്കുരു മുരിങ്ങേൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറികളിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്നും ഈ ഒരു കറി വെക്കുകയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൂട്ടി കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമുള്ള കറിയാണ്. ഇതിൻ്റെ ഒരു രുചി വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എന്നാൽ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.